ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ആറന്മുള അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ. ആറന്മുള അമ്പലത്തിൽ പോയി തൊഴുതിന് ശേഷം നമ്മൾ നേരെ കോഴഞ്ചേരിക്ക് വന്നിട്ട് അവിടെ ആര്യാസിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് എവിടെ? ചങ്ങനാശ്ശേരിയിൽ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ഫാൻസി കടയുണ്ട് കേട്ടോ. എന്ത് സാധനങ്ങൾ വേണേലും അവിടെ കിട്ടും. അതും തീരെ വില കുറച്ചാണ് കിട്ടുന്നത്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കണ്ടാൽ നിങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് വരും, അത്രയ്ക്കും പൂക്കളാണ് അവിടെ കേട്ടോ. അതുപോലെ തന്നെ ടോയ്സ്, ഫാൻസി ഐറ്റം, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ ഡെക്കറേഷൻ്റെ ഐറ്റം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. തീരെ വില കുറച്ചും കിട്ടും കേട്ടോ. ഹോൾസെയിൽ കടയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങൾ വേണം. അതിന് വേണ്ടി ഞങ്ങൾ രാവിലെ ഇങ്ങനെ ആറന്മുള അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ നേരെ ചങ്ങനാശ്ശേരിക്ക് പോയതാണ്. ഈ കാണുന്ന 3 നില കെട്ടിടമാണ് ബിസ്മി കേട്ടോ. ഇവിടെ എന്ത് തരം ഇത് കണ്ടോ, റോസാപ്പൂ ഉണ്ടോ? ഒറിജിനൽ റോസാപ്പൂ പോലെ തന്നെ ഉണ്ട്. മെറൂൺ കളറ്, മഞ്ഞ കളറ്, പിന്നെ മജന്ത കളറ്, ഏത് കളർ വേണേലും റോസാപ്പൂ ഉണ്ട്. വെറും 65 രൂപയേ ഉള്ളൂ ഒരു സെറ്റിന്. അപ്പോൾ ഞാൻ 2-3 എണ്ണം വാങ്ങിച്ചിട്ടെ. ഇതിൻ്റെ വീഡിയോ നാളെ കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെ എല്ലാം പോയി ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിക്കകത്താക്കിയിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള പെരുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, പത്മ കഫേ. അത് പത്തനംതിട്ടയിലും ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം. പിന്നെ നമ്മളവിടെ കയറി എല്ലാ ഹോട്ടലിലും എടുക്കുന്നത് പോലെ ആദ്യമേ കൂപ്പണാണ് എടുക്കേണ്ടത്. അപ്പോൾ 150 രൂപയാണ് ഒരു ഊണിന്. അപ്പോൾ നമ്മൾ കുത്തരി ചോറും പച്ചരിച്ചോറും വേണമെന്ന്, പച്ചരിച്ചോറ് ഞങ്ങൾക്ക് ഇഷ്ടം, പക്ഷേ അതവിടെ ഇല്ലായിരുന്നു, കുത്തരി ചോറായിരുന്നു. അപ്പോൾ അതും നമ്മൾ കൂപ്പണൊക്കെ എടുത്ത് ആദ്യമേ വാഴയില ഇട്ടു നമ്മൾ സദ്യ ഉണ്ണുന്നത് പോലെ തന്നെയാണ് കേട്ടോ. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എല്ലാ ഐറ്റങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എന്തൊരു ടേസ്റ്റായിരുന്നു. സകലതും ഞങ്ങൾ തിന്നിരുന്നു കേട്ടോ. ആദ്യമേ മാങ്ങ അച്ചാർ, പിന്നെ ഇഞ്ചി, പിന്നെ നമ്മുടെ പാവയ്ക്കയുടെ തീയൽ കേട്ടോ. ചെറിയൊരു കയ്പേ ഉള്ളൂ, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ തോരൻ, പിന്നെ അവിയൽ, ചമ്മന്തി, പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ശർക്കര പുരട്ടി, പിന്നെ സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി, പച്ചമോര്, രസം, പിന്നെ അടപ്രഥമനും ഉണ്ടായിരുന്നു. പിന്നെ ശർക്കര പുരട്ടിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഓണസദ്യ കഴിച്ചതുപോലൊരു പ്രതീതിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ കൂട്ടത്തിൽ വന്ന മോള് മാത്രം വെജിറ്റബിൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. ബിരിയാണിക്കും സെയിം റേറ്റ് തന്നെയാണ്, 150 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളി സാലഡും, പിന്നെ നാരങ്ങ അച്ചാറും, പപ്പടവും, അതിൻ്റെ കൂടെയും ചമ്മന്തി എല്ലാം കൊടുത്തിട്ട്. അപ്പോൾ ഇനി ചങ്ങനാശ്ശേരി പോകുന്നവരും ചങ്ങനാശ്ശേരിക്ക് തിരിച്ച് വരും മറക്കണ്ട. ഈ ഒരു ഹോട്ടൽ പത്മ കഫേയാണ്, റോഡ് സൈഡിൽ തന്നെയാണ്. അതുപോലെ തന്നെ കാർ പാർക്കിങ്, അങ്ങ് വിശാലമായ സ്ഥലമാണ് കാർ പാർക്കിങ്. വലിയ വണ്ടികളൊക്കെ അങ്ങോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും സൗകര്യവും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വൈകിട്ടത്തേക്ക് സ്നാക്സ് ഉണ്ട് കേട്ടോ. ബജിയും, പിന്നെ എന്ത് വേണേലും ബജികളും, പിന്നെ ചായ, കാപ്പി, പിന്നെ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, എല്ലാ ഐറ്റങ്ങളും ഇവിടെ തന്നെ കിട്ടും. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് പോയി ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറുക കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടും ഇങ്ങോട്ടും മടങ്ങി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ കാണും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി നാളെ.